മൂവിയാണെന്ന് പറഞ്ഞു. മധു സമയമായിരുന്നു. മധു കോളേജിൽ പോണ്ടേ? കോളേജ് തുറക്കുന്ന ദിവസമല്ലേ? ശല്യമായാലും ഓർമ്മ കൂടെ സമ്മതിക്കും. ഇങ്ങനെ ജോലിക്ക് പോകാൻ പറഞ്ഞു. നോക്കെ, ഈ ബസ് പോയില്ലെങ്കിൽ തിരുവനന്തപുരം എക്സ്പ്രസ് കിട്ടില്ല. നീ കോളേജിൽ ചെല്ലുമ്പോൾ 1 മണിക്കൂർ താമസിച്ചു. നോക്കെ, ഇന്ന് പോണ്ടേ? അതിന് ഇന്ന് തന്നെ പോകണം. പിന്നെ ഇന്ന് കോളേജ് തുറക്കുന്ന ദിവസമല്ലേ? പെട്ടെന്ന് തയ്യാറാണ്. ആ നോക്കെ, ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടുന്നു. അമ്മേ അമ്മേ അമ്മേ, മധുവിന് പോവാൻ നേരമായി. അമ്മേ, ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് 2-3 ഇഡ്ഡലിയൊക്കെ എടുത്ത് പൊതിഞ്ഞു. ചമ്മന്തി കൂടുതൽ വെച്ചോളണം. പെട്ടെന്ന് അമ്മേ. വേഷമെല്ലാം കെട്ടിയപ്പോ എന്ത് ചന്തമായിരിക്കും. സുന്ദര കുട്ടപ്പനായിരിക്കും. കാലിരിപ്പം സമയമായി. ഈ അച്ഛൻ എവിടെ പോയി കിടക്കുന്നു? എന്തിനോട് അച്ഛനെ കിടന്ന് ഒച്ച വെക്കുക? അനിയ ഉടുപ്പൊക്കെ ഇട്ടപ്പോ നല്ല സായിപ്പിനെ പോലെ. നീ വൃത്തികേടാക്കാൻ ഫോട്ടൊക്കെ കൈയുടെ ചന്തം കണ്ടാൽ നീ ഈ പൊട്ടി കിടക്കെ കൊടുത്ത് പുറത്തു കൊണ്ടുപോയി പോ. മോനെ ഇത് വെച്ച എന്തോതിനാ? എനിക്ക് കോളേജ് ഫീസ് കൊടുക്കണം, ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം, ബുക്സ് എല്ലാം വാങ്ങിക്കണം, ടൈം ടേബിൾ വാങ്ങിക്കണം. ഇതുകൊണ്ട് ഞാൻ എന്തോ ചെയ്യാനാ വെച്ചാ? എടാ, ഇനി എന്റെ ആകപ്പാടെ 100 രൂപയേ ഉള്ളൂ. അത് നാളെ എനിക്ക് കൂലിക്കാർക്ക് ശമ്പളം കൊടുക്കണമെന്ന്. എന്നാ ഇതും കൂടെ കൊണ്ടുപോയി കൊടുക്കണം. ഞാൻ കോളേജിലും പോകുന്നില്ല, എങ്ങും പോകുന്നില്ല. എവന്റെ ഒരു ഭാവം കണ്ടാല്. അച്ഛാ അച്ഛാ, ആ 100 രൂപ കൊടുക്കുന്ന. എടാ, പിന്നെ ഞാൻ നാളെ കൂലിക്കാർക്ക് എന്ത് കൊടുക്കും? അവരോട് ഞാൻ സമാധാനം പറഞ്ഞു. നീ സമാധാനം പറഞ്ഞാലൊന്നും അവർ കേൾക്കില്ല. കൊണ്ടുപോ. വാങ്ങണ ഇങ്ങോട്ട് തരണം അച്ഛാ. കഴിഞ്ഞിട്ട് കാണിക്കാം. ദേഷ്യപ്പെടാതെ. എപ്പോഴാണോ പണത്തിന് ആവശ്യം വരുന്നത് അപ്പൊ ചേട്ടൻ എഴുതും. അച്ഛനോട് പറഞ്ഞ് ഞാൻ പണം അയച്ചില്ല. തീർച്ചയാണോ? തീർച്ചയായും. പിന്നെ അനിയൻ പഠിച്ച വലിയ ഉദ്യോഗസ്ഥനാണ്. അമ്മേ, എന്നെ ഉടനെ തന്നെ എല്ലാ വിവരത്തിലും എഴുത്തയക്കണം. ധന്വന്തരി മനസ്സിൽ നിന്ന് എന്നെ എണ്ണ വാങ്ങിച്ചയക്കണം കേട്ടാ. എന്തോന്നാ ഇത്? നിനക്ക് വഴിയിൽ എന്തെങ്കിലും കഴിക്കണ്ടേ? ഓ, ഞാൻ വല്ല ഹോട്ടലിൽ നിന്ന് കാണാൻ വാങ്ങിച്ചു. അമ്മ തന്നാണോ നിശ്ചയിക്കുന്നത്? വാങ്ങിച്ചോ. വാങ്ങിച്ചുകൂടാ. അമ്മയുടെ അച്ഛന്റെ കാലിൽ നമസ്കരിക്കും. മതി മതി മതി. നീ രണ്ടും കൂടെ നീ എടുത്താലോ? ഒരെണ്ണം വാങ്ങിച്ചെടുത്തോ മോനെ. അവന്റെ കയ്യിൽ ഇരിക്കില്ല ഒരു പൊതി. ഞാൻ എടുത്തോളാം. പണം അയക്കാൻ മറക്കരുതേ. അത് ഞാൻ ഏറ്റെനിയാ. ബസ് അങ്ങ് പോകും. നമ്മുടെ സുഗതനെ കൂടെ പഠിപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നന്നായിരിക്കും. ഇവിടെ എല്ലാരും പല്ലക്ക് കയറിയാ അത് ചുമക്കാൻ ആൾ വേണ്ടേ? അവനും കൂടെ പോയി കോളേജിൽ ഇരുന്ന ഇവിടുത്തെ കൃഷികാര്യങ്ങളൊക്കെ നോക്കുന്നത് പിന്നെ ആരാ? എന്താ കുട്ടനായത്? അവനും പഠിച്ചിരുന്നെങ്കിലോ ഇതിനകം എന്തെങ്കിലും ഉദ്യോഗം കിട്ടിയേ. കിട്ടും. ഉദ്യോഗം കിട്ടണമെങ്കിലേ തലയിലെഴുത്ത് വേണം. തലയിലെഴുത്ത്. നീ അകത്ത് പോ. വരണം കുട്ടനായരെ. ഉദ്യോഗം കിട്ടും പോലെ ഉദ്യോഗം. ചേട്ടാ, അവര് പറഞ്ഞതാണല്ലോ ശരി. എന്താണ് ശരി? ഇളയവനെ പഠിപ്പിക്കുന്നു, മൂത്തവനെ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നല്ല ഇടപാടായി പോയി. സ്വന്തം രക്തത്തിൽ ജനിച്ച മകനെ പഠിപ്പിക്കാനേ ഞാൻ ഇവിടെ കിടന്ന് ചക്രം ചവിട്ടുന്നു. പിന്നെയാണ് വല്ലവന്റെയും മോനെ. വല്ലവന്റെയും മകനാ? കുട്ടനായരെ, ഞാൻ അറിയാതെ പറഞ്ഞു പോയി. നിങ്ങൾ ആരോടും പുറത്തു പറയരുത് കുട്ടനായരെ. അപ്പൊ സുഗതൻ ചേട്ടന്റെ മകനല്ലേ? അതൊക്കെ വലിയ കഥ. ഈ നാട്ടുകാർക്കൊന്നും അറിഞ്ഞുകൂടാ. കുട്ടനായരെ, നിങ്ങൾ പുറത്തു പറയരുത്. അതൊക്കെ പോട്ടെ. നിങ്ങളുടെ കറാച്ചി പശു പെറ്റോ? ചേട്ടാ, ഇപ്പോ എന്റെ മനസ്സില് ഒരു തോന്നൽ. എന്താണ് കുട്ടനായരെ? എന്റെ മകൾ ഗിരിജയെ ചേട്ടന്റെ മകൻ മധുവിനെ കൊണ്ട്. എനിക്കതിൽ വിരോധമൊന്നുമില്ല കുട്ടനായരെ. പക്ഷേ അവന്റെ പഠിത്തത്തിന് ഒരുപാട് പണം ചെലവാകും. അത് മുഴുവനും എന്നെ കൊണ്ട് നിർവഹിക്കുന്ന കാര്യം സാധ്യമല്ല. അതുകൊണ്ട് ആ പണം ആര് ചെലവാക്കുന്നോ അവന്റെ അനന്തരവളയോ മോളെയോ മധുവിനെ കൊണ്ട് കല്യാണം ചെയ്യിക്കാമെന്ന എന്റെ വിചാരം. അത്രയുള്ളൂ. ആ കാര്യം ഞാൻ ഏറ്റു. ഏത്തോ കുട്ടനായർ ഏറ്റോ? എന്നാൽ എന്റെ മകൻ മധുവിന് എന്റെ മകൾ ഗിരിജ വാക്കാണ്. പക്ഷെ പണം ഞാനല്ലേ പറഞ്ഞത്. ഗിരിജ വിളിച്ച വിളി നോക്കില്ലേ? വിളിച്ചിരിക്കണോ? എന്നാ ഇരുന്നോ. വെള്ള സ്വന്തപ്പാടത്തിലേക്ക് മാത്രം മതിയോ? ചോദിച്ചു മനസ്സിലായില്ലേ? ആരാത്? ഓ, ഗിരിജയാണോ? മനസ്സിലായില്ലല്ലോ. മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കുന്നിടത്ത് വല്ലതും വേണം. ഓ, ഈ വെള്ളവും വെളിച്ചവും ഒക്കെ ആരുടെയും പിതൃസ്വത്തല്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിങ്ങനെ പിതൃസ്വത്ത് പോലെ കൈകാര്യം ചെയ്യുന്ന പൊങ്ങിക്കിടക്കുന്ന നിലത്തിനാണ് വെള്ളത്തിന്റെ ആദ്യ അവകാശം. അവകാശ കാര്യങ്ങളൊക്കെ മനസ്സിലിരിക്കട്ടെ. വേഗം വെള്ളം തിരിച്ചുവിടും.
ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇതെന്താണെന്ന് അറിയാമോ? ഓ അറിയാമേ, എന്റെ അധ്യാപികയല്ലേ. ആ ശിക്ഷിച്ചോളൂ. ഗിരിജേ 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 ഗിരിജേ, ഇനി എത്ര കാലമാണ് നഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അച്ഛനോട് പറഞ്ഞ് നമ്മുടെ വിവാഹം. മിണ്ടിപ്പോരുത്. ഇത് പഠിക്കാൻ വരാൻ എന്താ താമസം? ഗുരുവേ ക്ഷമിക്കണം, എന്റെ അനിയനെ തിരുവനന്തപുരം ബസ്സിൽ കയറ്റിവിടാൻ പോയതുകൊണ്ടാണ്. എന്തിനാ? ഗിരിജേ, എന്റെ അനിയൻ കോളേജിൽ പഠിക്കുക. അനിയൻ കോളേജിൽ പഠിക്കണം. ചേട്ടൻ ഇപ്പോഴേ തുടങ്ങിയിരുന്നു ഹിസ്റ്ററി വായിക്കാൻ. ഇതാ അവസാനമായി പറയാണ്, ശ്രദ്ധിച്ച് വായിക്കണം. അയ്യോ ഗുരുവേ, ഒരക്ഷരവുമില്ല, എനിക്കൊന്നും കണ്ടുകൂടാ. അക്ഷരം എല്ലാം ഇവിടെയാണ്, ഞാനൊന്ന് വായിച്ചോട്ടെ. ഞാൻ പറഞ്ഞത്, ഞാൻ കൂടെ കൂടെ വന്ന് പണം ചോദിക്കുന്നതുകൊണ്ട് കുട്ടൻ നായർ വേറെ വല്ലതും വിചാരിക്കുമോ എന്ന്. അയ്യോ ചേട്ടൻ എന്തായി പറയുന്നത്? അങ്ങനെ ഞാൻ വിചാരിക്കുമോ ചേട്ടാ? എന്ത് ചെയ്യാനാ, പണത്തിന് പണം നൽകാൻ വേണം. കോളേജ് എന്ന് പറയുന്നത് എന്തോന്നാ? കൊണ്ടുവാ കൊണ്ടുവാ എന്ന് കൈനീട്ടുന്ന കടലല്ലേ? ശരിയാണ്, ഇരിക്ക് ചേട്ടാ. ചേട്ടാ, പണത്തിന്റെ കാര്യം നിൽക്കട്ടെ, കല്യാണ കാര്യത്തെ പറ്റി ചേട്ടൻ ഒന്നും മിണ്ടുന്നില്ലല്ലോ. അതിനെ കുറിച്ച് എന്ത് മിണ്ടാതിരിക്കുന്നു? ചെറുക്കം പഠിച്ച് പരീക്ഷയൊക്കെ പാസ്സായി വരട്ടെ. കുട്ടനായർ, നിങ്ങളുടെ മരുമകൻ നാളെ ഇവിടത്തെ കളക്ടറാണെന്ന് വിചാരിച്ചോ? അപ്പോ അവനിങ്ങോട്ട് വരും, കോട്ടും സൂട്ടും ഒക്കെ ഇങ്ങോട്ട് വരും. ഉറക്കെ ശിവായിമാര് കാണും. ആര്? ശിവായിമാര്. അവനെ കണ്ട ഉടനെ ഈ നാട്ടുകാരൊക്കെ തലകുനിച്ച് വാപൊത്തി അങ്ങനെ ഓച്ചരച്ച് നിൽക്കും. അപ്പോ നമ്മൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് ചെന്നു എന്ന് വിചാരിച്ചു. നമ്മളെ കണ്ട ഉടനെ അവൻ ചാടി എണീറ്റ് അച്ഛാ അമ്മാവാ ഭരണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പതുങ്ങി ഒതുങ്ങി നിൽക്കും. ഇത് കാണുമ്പോ ഈ നാട്ടുകാരൊക്കെ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും? ചേട്ടാ, അങ്ങനെ ഒരു ചെറുക്കനെ എന്റെ മകൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇക്കണ്ട പണം എല്ലാം ചിലവാക്കാമെന്ന് വെച്ചത്. സത്യം പറയാമല്ലോ കുട്ടനായരെ, നമ്മൾ തമ്മിൽ വാക്ക് പറഞ്ഞതിന്റെ 2-3 ദിവസം കഴിഞ്ഞ് ഇവിടുത്തെ ഒരു ലക്ഷപ്രഭു എന്റെ അടുത്ത് വന്നു. ആളൊന്നും പറയില്ല, അതെന്നോട് ചോദിക്കരുത്. 1 ലക്ഷം രൂപയുടെ ഒരു ബംഗ്ലാവ്, 500 ഏക്കർ തേയിലത്തോട്ടം, കൂടാതെ 1ാം ക്ലാസ് ഒരു കാറ്, ഇത്രയും മകനിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അയാൾക്കൊരു മകള്, ഒരേ ഒരു മകളെന്ന് വെച്ചാൽ ആരാ? സിനിമ കണ്ടിട്ടുണ്ടോ? സിനിമയാ. എന്തൊരു ചന്തം. മാധുവിനെ കൊണ്ട് അവളെ കല്യാണം ചെയ്യിക്കണമെന്ന് അയാൾ ഒരേ ഒരു പിടി. ചേട്ടനെന്താ പറഞ്ഞു? ഞാനെന്തോ പറയും? താൻ പോടോ തന്റെ പണവും കൊണ്ട്. ഭാസ്കരപിള്ള എത്രയോ പണം കെട്ടിട്ടുണ്ട്. പണത്തിന് വേണ്ടി അഭിമാനവും അന്തസ്സും വിറ്റു തിന്നുന്നവനല്ല ഭാസ്കരപിള്ള. ഞാൻ കുട്ടൻ നായർക്ക് വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്റെ മകന് അയാളുടെ മകൾ ഗിരിജ എന്ന് താൻ തന്റെ പണവും തന്റെ മോളും കൊണ്ട് പോക്കോടോ എന്ന് പറഞ്ഞു. അയാളൊരു പോക്ക് പോയി ചത്ത ശവം പോലെ. എല്ലാം എന്റെ ഗിരിജയുടെ ഭാഗ്യം. അല്ല, വന്നല്ലോ. ഞങ്ങൾ ഗിരിജയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. കുട്ടനായരെ, പേരയ്ക്ക എന്ന് പറഞ്ഞ എന്റെ ജീവന. കൊച്ചിലെല്ലാവരും എന്നെ പേരയ്ക്ക ഭാസ്കരോ എന്ന് വിളിക്കും. അപ്പോ മോക്ക് എന്റെ വീട്ടിൽ വരാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? എന്താ ബുദ്ധിമുട്ട്? മോളെ, ചോദിച്ചതിന്റെ അർത്ഥം മനസ്സിലാക്കി വേണം ഉത്തരം പറയാൻ. അയലത്തുകാരെ പോലെ വെറുതെ ചെല്ലാനല്ല പറഞ്ഞത്. ഭാസ്കരപിള്ള ചേട്ടന്റെ മരുമകളായിട്ട് ചെല്ലാമോ? എന്താ ഗിരിജെ, എന്താ ചിരിക്കുന്നതെന്ന് പറയും? ചിരിക്കുന്ന എന്തിനാണ്? പഠിക്കാൻ വന്നിരിക്കുമ്പോ ചിരിക്കുകയാണോ? എന്നെ പഠിപ്പിക്കുമല്ലേ? ഇന്നലെ ഞാൻ പഠിക്കാത്തതിന് വലിയ ദേഷ്യപ്പെട്ടല്ലോ. ഇന്ന് ഞാൻ പഠിക്കാൻ വന്നിരിക്കാം. ചൂരിൽ പിടിക്കൂ. ഞാൻ വായിക്കാൻ പോവാം. തെറ്റുവല്ലോ ഉണ്ടെങ്കിൽ പറയാം. താമരപ്പൂവിന്റെ സൗരഭ്യം. തെറ്റുവല്ലോ ഉണ്ടോ? തെറ്റൊന്നുമില്ല, പുസ്തകം അടയ്ക്കൂ. എന്താ ഈ പറയുന്നേ? കാര്യത്തിൽ കഴിപാടില്ല കേട്ടോ. ഗുരുവാണ് പറയുന്നത്, ശിഷ്യൻ അനുസരിക്കണം. പഠിക്കാൻ വന്നിരിക്കുമ്പോഴാണോ ഇത് പറയുന്നത്? പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? അധ്യാപികയാണ് പറയുന്നത്, പുസ്തകം അടയ്ക്കൂ. ഇതെന്ത് പാട്? പുസ്തകം അടയ്ക്കാൻ. എന്താണ് ഇത്ര സന്തോഷം? സന്തോഷിക്കാതെ പിന്നെ എന്ത് ചെയ്യും?